4500 പരം വർഷം പഴക്കമുള്ള ശൗചാലയം, 3 നിലയുള്ള കെട്ടിടങ്ങളും മന്ദിരങ്ങളും, ഒരുപാട് പേർക്ക് ഒന്നിച്ചിരിക്കാൻ കഴിയുന്ന സ്റ്റേഡിയം. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളാണെന്ന്. പക്ഷേ സംഭവം അതല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൺമറഞ്ഞു പോയ നമ്മുടെ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. രാഗി ഗർഹിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന ഖനന പ്രവർത്തനത്തിലാണ് ഈ അറിവുകൾ ഗവേഷകരിലേക്ക് എത്തുന്നത്. ഈ അറിവിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 1920 അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ കൺമുന്നിലേക്ക് നൂറ്റാണ്ടുകളായി മണ്ണിൽ അമർന്നുപോയ ഒരു വലിയ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ മിഴി തുറന്നത്. പിന്നീട് ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് തുറച്ചു നോക്കി. 8000 വർഷം പഴക്കമുള്ള ഒരു വലിയ നഗരം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മണ്ണിലേക്ക് കൂപ്പുകുത്തിയ ആ നഗര നിർമ്മിതി കണ്ട മനുഷ്യൻ അന്താളിച്ചു. ലോകത്തിന് മുന്നിൽ 3ാം ലോക രാജ്യമായ ഇന്ത്യ തന്റെ സാംസ്കാരിക പൈതൃകത്തെ തുറന്നുകാട്ടി. ഈജിപ്ഷ്യൻ മെസപ്പൊട്ടോമിയൻ സംസ്കാരങ്ങളോട് കിടപിടിക്കുന്ന ഒരു വലിയ സംസ്കാരത്തിന് രൂപം നൽകിയ സിന്ധു അപ്പോഴും അവിടെ ശാന്തമായി ഒഴുകുകയാണ്. വർഷങ്ങൾ എത്ര കടന്നുപോയി. അന്ന് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ ഇടം ഇന്നത്തെ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവിടെ ഖനനവും നടക്കുന്നുണ്ട്. അടുത്തിടെ നടന്ന ഖനനത്തിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് ഗവേഷകർ അവിടെ നിന്നും കണ്ടെത്തിയത്. ആ അറിവുകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഇന്ത്യൻ തെളിവുകൾ തേടിയുള്ള പരിവേഷണ ഖനന പ്രവർത്തനങ്ങൾ ഇന്നും ഇന്ത്യയിൽ പുരോഗമിച്ചു വരികയാണ്. ഹരിയാനയിലെ രാഗി ഗർഹി, ഉത്തർപ്രദേശിലെ ഹസ്തിനപൂർ, അസമിലെ ശിവസാഗർ, ഗുജറാത്തിലെ ധോലാവീര, തമിഴ്നാട്ടിലെ ആദിച്ചന്നല്ലൂർ എന്നിവിടങ്ങളിലാണ് ഖനനങ്ങൾ നടക്കുന്നത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് പിന്നിലെ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാര സമ്പന്നത തിരിച്ചറിയൽ കൂടിയാണ് ഓരോ ഖനനവും ലക്ഷ്യമിടുന്നത്. ഇതിൽ തന്നെ ഇന്ത്യയിൽ രാഗി ഗർഹിലാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അവശേഷിപ്പുകൾ ഗവേഷകർ കണ്ടെടുത്തത്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇന്നുള്ളത് പാകിസ്ഥാനിലാണ്. ഇന്നത്തെ ഇന്ത്യയിൽ ബാക്കിയായ അവശേഷിപ്പിലാണ് ഗവേഷണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ രാഗി ഗർഹിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന ഖനന പ്രവർത്തനത്തിലെ കണ്ടെത്തലുകൾ ഇപ്പോൾ ലോകശ്രദ്ധ ആകർഷിക്കുകയാണ്. പാകിസ്ഥാനിലെ ഹാരപ്പ, മോഹൻജദാരോ, ഗൻവേരിവാല, ഇന്ത്യയിലെ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ധോരാവീല എന്നിവിടങ്ങളിലാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അവശേഷിപ്പുകൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഹാരപ്പൻ സംസ്കാരത്തിന് മുമ്പുള്ള സാംസ്കാരിക അവശിഷ്ടങ്ങൾ മുതൽ BC 2500 വരെയുള്ള സംസ്കാരത്തിന്റെ ക്രമാനുഗതമായ പരിണാമം പഠിക്കുന്നതിനെയാണ് ഖനനമാണ് ഇപ്പോൾ നടക്കുന്നത്. സമ്പന്നമായ സംസ്കാരമാണ് സിന്ധു നദീതട ജനത പിന്തുടർന്നത് എന്നത് കാലം നമുക്ക് വ്യക്തമാക്കി തന്നെങ്കിലും ഇരുനില മന്ദിരങ്ങൾ വരെ ഉൾപ്പെട്ടതാണ് അന്നത്തെ സംസ്കാരം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഇഷ്ടികയും ചുട്ടെടുത്ത ഇഷ്ടികയും ഉപയോഗിച്ച് പണിത വീടുകൾ വളരെ ആസൂത്രിതമായി നിർമ്മിക്കപ്പെട്ട ഒരു പട്ടണത്തിന്റെ അവശേഷിപ്പുകളാണെന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നു. രാഗി ഗർഹിൽ നിന്നുള്ള ഖനനത്തിലാണ് ഈ കാര്യം തിരിച്ചറിയുന്നത്. ചുട്ടെടുത്ത ഇഷ്ടികയിൽ പണിത ചില കെട്ടിടങ്ങൾ ബഹുനില മന്ദിരങ്ങളാണ് എന്നാണ് ഖനനത്തിലൂടെ തെളിഞ്ഞത്. ഏതാണ്ട് 3 നിലയോളം ഉയരമുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സമീപത്ത് നിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്റ്റേഡിയത്തിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. 2 വശത്തും ആളുകൾക്ക് ഇരുന്ന് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം. പുരാതന ജനതയുടെ സാമൂഹിക ജീവിതം എത്രത്തോളം സമ്പന്നമായിരുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് ഈ നിർമ്മിതി. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഴക്കമുള്ള ഒരു ശൗചാലയം ഇവിടെ നിന്നും കണ്ടെത്തി എന്നതാണ്. ഈ നിർമ്മിതിക്ക് ഏകദേശം 4500 വർഷം പഴക്കമുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ശൗചാലയത്തോട് ചേർന്ന് വെള്ളം ശേഖരിക്കാനുള്ള പ്രത്യേക സ്ഥലവും വെള്ളമെടുക്കാനുള്ള ചെറിയ പാത്രവും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചില വീടുകളുടെയും വീടുകൾക്ക് മുന്നിലുള്ള പാതകളുടെയും ഡ്രെയിനേജ് സംവിധാനത്തിന്റെയും ഘടനകളും ഖനനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചെമ്പ്, സ്വർണ്ണാഭരണങ്ങൾ, ടെറാക്കോട്ട, കളിപ്പാട്ടങ്ങൾ, ആയിരക്കണക്കിന് മൺപാത്രങ്ങൾ, മുദ്രകൾ എന്നിവയും സമീപത്ത് തന്നെ ഉണ്ട്. കൂടാതെ ഒരു സിലിണ്ടർ മുദ്രയും ഒരു ചീങ്കണ്ണിയുടെ ചിഹ്നവും ഖനനത്തിനിടെ ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. സെറാമിക് വ്യവസായത്തെ പ്രതിനിധീകരിക്കുന്ന ചുവന്ന ഡിഷ് ഓൺ സ്റ്റാൻഡ്, വാസ് സുഷിരങ്ങളുള്ള ജാർ, ഒപ്പം നിരവധി പാത്രങ്ങളും പ്രദേശത്തു നിന്ന് കണ്ടെത്തി. മൃഗബലി നടത്താൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ത്രികോണ വൃത്താകൃതിയിലുള്ള അഗ്നിബലി പീഠങ്ങളുടെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. നഗര കവാടം എന്ന് ഗവേഷകർ വിശ്വസിക്കുന്ന സ്ഥലത്ത് നിരവധി മണ്ണുകൊണ്ടുണ്ടാക്കിയ ഉണ്ടകളും കണ്ടെത്തിയിട്ടുണ്ട്. ശത്രുക്കളെ ഭയന്നാണ് ഇത്തരമൊരു പ്രതിരോധ മാർഗം അവർ സ്വീകരിച്ചതെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത്. ഈ മണ്ണുണ്ടകൾ ശത്രുക്കൾക്ക് നേരെ കവണയിൽ ഉപയോഗിച്ചിരുന്ന അവരുടെ ആയുധമായിരുന്നുവെന്നാണ് സംശയം. കൂടാതെ മണ്ണുകൊണ്ടും മുത്തുകൊണ്ടും നിർമ്മിച്ച ആഭരണങ്ങളാൽ അലങ്കരിച്ച് അടക്കം ചെയ്ത 2 സ്ത്രീകളുടെ അസ്ഥികൂടങ്ങളും പ്രദേശത്തു നിന്നും കണ്ടെടുത്തു. ഇവരുടെ അസ്ഥികൂടങ്ങളിൽ നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ ഇവർ പരമ്പരാഗത വിശ്വാസപ്രകാരം മെസപ്പൊട്ടോമിയയിൽ നിന്നും കുടിയേറിയവരല്ലെന്നും മറിച്ച് രാഗി ഗർഹിലെ തദ്ദേശീയരാണെന്നും ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പ്രദേശത്തെ നിരവധി കുന്നുകളിൽ ഖനനം നടന്നിട്ടുണ്ട്. രാഗി ഗർഹിയിലെ
വളരെ ചെറിയൊരു പ്രദേശത്ത് നടത്തിയ ഖനനത്തിൽ നിന്നാണ് ഇത്രയും കണ്ടെത്തലുണ്ടായിട്ടുള്ളത്. ഇനിയും ഖനനം നടക്കാൻ ഒരുപാട് പ്രദേശങ്ങൾ ബാക്കിയുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഖനനം വ്യാപിക്കുന്നതോടെ ഇന്ത്യയുടെ പൗരാണിക ചരിത്രത്തെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗവേഷകർ. നമുക്കും അതിനായി തന്നെ കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.